ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ജീവിതത്തിൽ ചില നിമിഷങ്ങൾ മൗനം ബലഹീനതയല്ല, അത് ദൈവത്തോടുള്ള വിശ്വാസവും ആശ്രയമാണ്. നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ, നിന്നെ പ്രകോപിപ്പിക്കുമ്പോൾ, നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഓരോ യുദ്ധത്തിനും മറുപടി പറയേണ്ടതില്ല. കാരണം എല്ലാ പോരാട്ടവും നീ ജയിക്കേണ്ടതല്ല. ചില യുദ്ധങ്ങൾ ദൈവം തന്നെയാണ് നിനക്കായി പോരാടുന്നത്. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, ഈ ലോകത്തിന്റെ അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ അധിപതികളോടും ആത്മീയ ദുഷ്ടാധിപതികളോടുമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യേശു അവനെ പരിഹസിച്ചവരുടെ മുമ്പിൽ മൗനമായി നിന്നു. ദാവീദ് അവനെ ശപിച്ചവരുടെ മുമ്പിൽ സമാധാനത്തോടെ നിന്നു. എന്തുകൊണ്ട്? സ്വർഗം ഇതിനകം അവരുടെ പക്ഷത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നിന്റെ ഹൃദയം തകർന്നിരിക്കാം. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം. പക്ഷേ ഓർക്കുക, നീ മൗനമായി നിൽക്കുമ്പോൾ ദൈവം നിനക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വായ് കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. സദൃശ്യവാക്യങ്ങൾ 13:3. നമ്മുടെ മൗനം ബലഹീനതയോ തോൽവിയോ അല്ല, മറിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസമക്ഷം വയ്ക്കുന്ന നിമിഷങ്ങളത്രേ. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ.